കടമെടുപ്പിന് കേന്ദ്ര അനുമതി 3000 കോടി രൂപ മുൻകൂർ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി നൽകി. കേരളം 5000 കോടിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, 5000 കോടി രൂപ കടമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അനുമതി, ക്ഷമിക്കണം, 3000 കോടി രൂപ കടമെടുക്കുന്നതിന് വേണ്ടിയാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം? കോടതിയിലൊക്കെ പോയ വിഷയമാണ്. നികേഷ്, പുതിയ സാമ്പത്തിക വർഷത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനം വായ്പാ പരിധിയിൽ നിന്ന് മുൻകൂർ കടമെടുക്കുന്നതിന് അനുമതി ചോദിച്ചത്. 5000 കോടി രൂപ കടമെടുപ്പിന് സംസ്ഥാനം അനുമതി ചോദിച്ചതിൽ 3000 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് 37,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാനാവുക. അത് ഓരോ ടേമിലും ഓരോ ഘട്ടത്തിലും എത്ര രൂപ വീതം മുൻകൂറായി പിൻവലിക്കാമെന്നുള്ള കാര്യത്തിൽ, അനുവദിക്കാമെന്നുള്ള കാര്യത്തിൽ ഓരോ മെയ് മാസത്തിലുമാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസമാണ് അത്തരമൊരു തീരുമാനം വരാനിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായൊരു സാഹചര്യത്തിൽ അതിനു മുന്നേ തന്നെ സംസ്ഥാനം മുൻകൂറായി വായ്പാ പരിധിയിൽ നിന്ന് പണം അനുവദിക്കാനുള്ള, ഈടാക്കാനുള്ള നടപടികളിലേക്ക് പോവുകയായിരുന്നു. കേന്ദ്രത്തോട് അനുവാദം ചോദിക്കുകയായിരുന്നു. 5000 കോടി രൂപ ആ അർത്ഥത്തിൽ ചോദിച്ചെങ്കിലും 3000 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനം 5000 കോടി രൂപ ചോദിച്ചു. അതേ 5000 കോടിക്ക് തന്നെ കേന്ദ്രം അനുമതി നൽകുകയും ചെയ്തു. ആ പ്രതീക്ഷയിലാണ് ഇത്തവണയും കേന്ദ്രത്തിലേക്ക് സംസ്ഥാനം പോയത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു തുകയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മാസം ഈ കേന്ദ്രത്തിൻ്റെ കണക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ടേമിലും എത്ര കോടി രൂപ വീതം പിൻവലിക്കാം, മുൻകൂറായി പിൻവലിക്കാം എന്നുള്ള കാര്യത്തിൽ കേന്ദ്രം ഒരു പ്രഖ്യാപനം നടത്തും, തീരുമാനം വരും. അപ്പോൾ ഒരുപക്ഷെ ഈ ബാക്കി തുക കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാനമുള്ളത്. ഏതായാലും ഇപ്പോൾ 5000 കോടി ചോദിച്ചിരിക്കുന്നു. കേന്ദ്രം 3000 കോടിക്ക് അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.